ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. 4 ഇമേജുകൾ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു മാസ്ക് ആണിത്. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റിൽ ഏതിന് സമാനമായ ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ബ്ലൂ കളർ പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. കർസർ ഇവിടെ നിന്നും പതിയെ മൂവ് ചെയ്യിച്ച് ബ്ലാക്ക് സ്ക്രീൻ വരുന്നിടത്തായി നിർത്തുക. ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്നതിനായി ഈ പ്ലേബാക്ക് ലൈനിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ പൊസിഷനിൽ ഒരു ബ്ലൂ സ്പോട്ട് വന്നിരിക്കുന്നത് കാണാം. ഇതാണ് ബുക്ക് മാർക്ക്. ടൈം ലൈനിലായി ഓരോ ഇമേജുകളും വെക്കേണ്ട പൊസിഷനാണ് ബുക്ക് മാർക്ക് ചെയ്യുന്നതിലൂടെ നാം അടയാളപ്പെടുത്തുന്നത്. ഈ രീതിയിൽ കർസർ വീണ്ടും മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ബ്ലാക്ക് സ്ക്രീൻ മാത്രമായി വരുന്ന ഇടത്തെല്ലാം ബുക്ക് മാർക്ക് നൽകുക. ഇവിടെ ഇമേജുകൾ വെക്കേണ്ട എല്ലാ പൊസിഷനും ബുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഇവിടെ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറുകളുടെ ലെങ്തിന് സമമായി വെക്കുക. കർസർ ആദ്യത്തെ ബുക്ക് മാർക്കിന് മുകളിൽ വെക്കുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് കൊടുക്കുക. രണ്ടാമത്തെ ഇമേജ് ഇവിടെ വരുന്നതിനായി റീപ്ലേസ് കൊടുക്കുക. ഇവിടെ വരേണ്ട ഇമേജ് സെലക്ട് ചെയ്യുക. ഈ രീതിയിൽ ഓരോ ബുക്ക് മാർക്കിന് മുകളിലും കർസർ വെച്ചുകൊണ്ട് ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വരേണ്ട ഇമേജുകൾ റീപ്ലേസ് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ ഇമേജുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ മാക്സിമം കുറച്ചു കൊടുക്കുക. ഈ രീതിയിൽ ടൈം ലൈനിലുള്ള ബാക്കി എല്ലാ ലെയറുകളും ഒന്നൊന്നായി സെലക്ട് ചെയ്ത് സാച്ചുറേഷൻ മാക്സിമം കുറച്ചു വെക്കുക. ഗ്രീൻ സ്ക്രീൻ ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. എഡിറ്റിംഗിന്റെ ആദ്യ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ഈ ഗ്രീൻ സ്ക്രീൻ ടെംപ്ലേറ്റ് ലെയർ ഡിലീറ്റ് ചെയ്യുക. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ എഫക്റ്റ് ഇല്ലാതെയാക്കുക. ബാക്കിയുള്ള എല്ലാ ഇമേജുകളുടെയും സാച്ചുറേഷൻ എഫക്റ്റ് ഇല്ലാതെയാക്കുന്നതിന് അപ്ലൈ ടു ആൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഇമേജുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറായി മാറിയിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങളുടെ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക.
ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഗ്രീൻ സ്ക്രീൻ ടെംപ്ലേറ്റ് ലെയറിന്റെ ലെങ്തിന് അനുസൃതമായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.